കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പൊട്ടൻഷ്യൽ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ഉള്ള പാർട്ടിയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിവേഗം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കാതിരുന്നപ്പോൾ ചെറിയ പരിഭവമൊക്കെ പറഞ്ഞ സമയത്ത് അബിൻ വർക്കിക്ക് നിയമസഭാ സീറ്റ് നൽകിക്കൊണ്ട് അത് പരിഹരിച്ചു ആ പ്രശ്നം എന്നായിരുന്നു കേട്ടിരുന്നത്. അത് നിങ്ങളുടെ കേൾവി മാത്രമാണ്. ദുരന്ത ബാധിതർക്ക് വീട് നൽകുന്നതിൽ അതിലൊക്കെ തന്നെയും ഇങ്ങനെ തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഡിലേ വരുത്തുന്നതിലേക്കൊക്കെ പോകേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പൊതുജന സമക്ഷത്തിൽ നിന്ന് അത് പലവിധമായ ചലഞ്ചുകൾ മുഖേന ഫണ്ട് സ്വരൂപിച്ച് വയനാട്ടിൽ ഒരു സന്നദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് ഭൂമി ലഭ്യമാകുമ്പോൾ അതിന് വേണ്ട നിയമപരമായ ഇളവുകൾ നൽകാൻ ഈ സർക്കാർ ബാധ്യസ്ഥമായിരുന്നല്ലോ. പക്ഷെ അത് നൽകിയില്ല. ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നതാണ് വലിയ ചോദ്യം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസയ്ക്ക് പാർട്ടിക്ക് കണക്കുണ്ട്. അത് പാർട്ടിയെ ബോധിപ്പിക്കും. നിങ്ങളെ ബോധിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന CPM-കാരൻ്റെ ശൈലിയല്ല ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളത് ബോധിപ്പിക്കാൻ തയ്യാറാണ്. 2 റെസിപ്റ്റ് വെച്ചാൽ പിരിച്ചതെന്നാണ് പറഞ്ഞത്. പണക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വ്യാജ റെസിപ്റ്റ് എടുക്കും, പാവപ്പെട്ടവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റേ റെസിപ്റ്റ് എടുക്കും. കഴിഞ്ഞ 9.5 കൊല്ലത്തിൽ ഈ സർക്കാരിൻ്റെ ഒരു പ്രീമിയം പ്രൊജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന ഒരു സർക്കാരാണ്. ഒരു സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അദാനി ഗ്രൂപ്പ് അവരുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മാത്രം സർക്കാർ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത. കേരളത്തിലെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവർ കേവലം പഠിക്കാൻ വേണ്ടി മാത്രം പോകുന്നതല്ല. അവർക്ക് ഈ നാടിനോടുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ പോകുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട 4 പേർ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കന്മാർ ജയിലിലായിട്ടും അവരെ ഒന്ന് പേരിനെങ്കിലും പുറത്താക്കാൻ ഈ സർക്കാരിനോ ഈ മുന്നണിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ മുന്നണിയെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. കേരളത്തിലെ ജനങ്ങളാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. എത്ര സീറ്റുകൾ നേടി UDF വിജയിക്കുമെന്നാണ് താങ്കളുടെ ഒരു പ്രവചനം? 100+ സീറ്റുകളോടെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ 2026 മെയ് മാസത്തിൻ്റെ പൊൻപുലരിയിൽ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും.